അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിക്കുകയുണ്ടായി. അവിടെ നമ്മൾ കണ്ടതായിട്ടുള്ള കാര്യം, ദൈവം തൻ്റെ സർവാധികാരത്തിൽ ചില ആളുകളെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, വേറെ ആരെയും തിരഞ്ഞെടുക്കാതിരുന്നു എന്നുള്ള ചോദ്യത്തിന് അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്ക് ആവശ്യമില്ല. അതുപോലെ അബ്രഹാമിന് 8 മക്കളുണ്ടായിരുന്നു. എന്നാൽ ഇസഹാക്കിനെയാണ് ദൈവം തൻ്റെ പരിപാടിക്കായിട്ട് തിരഞ്ഞെടുത്തത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ദൈവം അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, യേശാവ്, യാക്കോബ്. യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തത്. അതും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടൊരു കാര്യമാണ്. മരുഭൂമിയിൽ വെച്ച് ജനത്തെ നശിപ്പിച്ച് കളയുവാനായിട്ട് തീരുമാനിച്ചു എങ്കിലും പിന്നീട് അവരോട് കരുണ കാണിച്ച് അതും ദൈവം തൻ്റെ അധികാരത്തിൽ ചെയ്തതായിട്ടൊരു കാര്യമാണ്. ഫറവോയ്ക്ക് ദൈവം അവസരങ്ങളൊക്കെ കൊടുത്തു എങ്കിലും അവസാനം ഫറവോയെ കഠിനനാക്കി. അത് ഫറവോ തന്നെ കഠിനാക്കിയതിന് ശേഷമാണ് താൻ കഠിനനാക്കിയത് എന്നുള്ളത് നമ്മൾ കണ്ടു. അതും ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സർവാധികാരത്തെ മനുഷ്യൻ മാനിക്കേണ്ടതുണ്ട്. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. എന്നാൽ ദൈവം ഒരിക്കലും ഒരു കാരണവുമില്ലാതെ അല്ല ദൈവം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്താണ് ആ കാരണം എന്നുള്ളത് ദൈവം നമുക്ക് ഒരുപക്ഷെ വെളിപ്പെടുത്തി തന്നിട്ടില്ലായിരിക്കാം. യേശാവിനെ കാൾ യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളത് നാം കാണുന്നുണ്ട്. അതിനൊരു കാരണമുള്ളതായിട്ട് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് കഴിയും. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ ദൈവം തൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ദൈവം തൻ്റെ സർവാധികാരത്തിലൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാടിയുടെ ഭാഗമായിട്ട് അങ്ങനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി പൗലോസ് അപ്പോസ്തലൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ചരിത്രമൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ പൗലോസ് അപ്പോസ്തലന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമാണ് 22 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ തൻ്റെ സർവാധികാരത്തിൽ തിരഞ്ഞെടുത്ത് ഇത്രത്തോളം കൊണ്ടുവന്നു എങ്കിൽ, എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 22-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്. ആ വാചകം വളരെ സങ്കീർണത ഉൾക്കൊള്ളുന്നതായൊരു വാചകമാണ്. അതിനെ നമുക്ക് ലളിതമായി പറഞ്ഞാൽ, അങ്ങനെ ദൈവം തൻ്റെ സർവാധികാരത്തിൽ ഈ നിങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ ജാതികളിൽ നിന്നും ദൈവം ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്കതിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങൾ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അവരെയും ദൈവം വിളിച്ചു. അപ്പോൾ നിങ്ങളെ വിളിക്കുന്ന കാര്യത്തിൽ, നിങ്ങളുടെ പിതാക്കന്മാരെ വിളിക്കുന്ന കാര്യത്തിൽ ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ല, ദൈവം തൻ്റെ സർവാധികാരത്തിൽ ചെയ്തതാണ്. എന്നാൽ അവരെ വിളിച്ച അതേ സർവാധികാരത്തിൽ ദൈവം ഇപ്പോൾ ജാതികളെയും ഈ രക്ഷയിലേക്ക് വിളിക്കുന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പരാതി പറയുവാനായിട്ട് ആവശ്യമില്ല എന്നാണ് നമുക്ക്
ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. 23-ാമത്തെ വാക്യത്തിലും 24-ാമത്തെ വാക്യത്തിലും ഒരേ കാര്യത്തിൻ്റെ ചില സൂചനകൾ നമുക്കവിടെ ഉണ്ട്. യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങൾ. അപ്പോൾ തേജസ്സിലേക്ക്, ദൈവം തൻ്റെ തേജസ്സിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിലും തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട്. കർത്താവ് നമ്മെ തേജസ്സിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ച് തൻ്റെ തേജസ്സിൻ്റെ ധനം നമ്മളിലൂടെ, ജാതികളിലും യഹൂദന്മാരിൽ നിന്നുള്ള ആളുകളിലൂടെ ദൈവം തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനായിട്ടും ഇച്ഛിച്ചു എന്നാണ് നാം അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തേജസ്സിലേക്ക് വിളിക്കപ്പെട്ട നാം കർത്താവിൻ്റെ തേജസ്സിൻ്റെ ധനം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മിൽ ആ തേജസ് എത്രത്തോളം പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആ ഒരു കാര്യത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. യഹൂദന്മാരെ രക്ഷയ്ക്കായി വിളിച്ചതുപോലെ തന്നെ ജാതികളെയും രക്ഷയ്ക്കായി വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ രക്ഷയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് വിളിച്ചു. പിന്നെ ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരാണോ? ആ തേജസ്സിലേക്ക് ഉള്ള യാത്രയിലാണോ നാം ജീവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ഈ ജാതികളെ രക്ഷയിലേക്ക് വിളിച്ചത് അത് പഴയ നിയമത്തിൽ, അതായത് യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള പഴയ നിയമ പുസ്തകത്തിൽ തന്നെ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നുള്ളതും ഇവിടെ യഹൂദന്മാരായിട്ടുള്ള അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ 25-ാമത്തെ വാക്യത്തിൽ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവരെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശേയ പുസ്തകത്തിലും അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഹോശേയുടെ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിൽ, എൻ്റെ ജനമല്ലാത്തവരെ ജനമെന്നും പ്രിയയല്ലാത്തവരെ പ്രിയ എന്നും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിട്ടുണ്ട്, എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജാതികളെ രക്ഷയിലേക്ക് വിളിച്ചത് യാദൃശ്ചികമായി സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, അവരോടൊരു മുന്നറിയിപ്പായിട്ട്, യഹൂദൻ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരോടൊരു മുന്നറിയിപ്പായിട്ട് അടുത്ത വാക്യം പറയുന്നു, യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്. അപ്പോൾ ജാതികളെ കുറിച്ചുള്ള 2 വാക്യങ്ങൾ 26-27 പറഞ്ഞതിന് ശേഷം, 25-26 പറഞ്ഞതിന് ശേഷം 27-ാമത്തെ വാക്യത്തിൽ യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, എൻ്റെ ജനമാണ് എന്ന് അഹങ്കരിക്കുന്നതായിട്ടുള്ള നിങ്ങളിൽ ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നിവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രവചന പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട്, അതായത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രായേലിലെന്നും അബ്രാഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഇസ്രായേല്യർ എന്ന് സാങ്കേതികമായിട്ട് പറയാമെങ്കിലും ആ വിശ്വസിക്കുന്ന ആ ശേഷിപ്പ് മാത്രമേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനം എന്ന് വിളിക്കപ്പെടുവാനായിട്ട് യോഗ്യതയുള്ളവരായിട്ടുള്ളൂ എന്ന് നമുക്കവിടെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇസ്രായേൽ മക്കളാണ്, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, ജനമാണ് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളിൽ പോലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷയിലേക്ക് വരികയുള്ളൂ എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്.
കർത്താവ് ഭൂമിയിൽ തന്നെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. അതായത് ജാതികളിൽ നിന്നുള്ള ആളുകളെയും യഹൂദന്മാരിൽ നിന്നുള്ള ആളുകളെയും രക്ഷയിലേക്ക് വിളിച്ച് ദൈവം തൻ്റെ പ്രവൃത്തി ഭൂമിയിൽ തികയ്ക്കും. അത് പറയുക മാത്രമല്ല, അത് പ്രവർത്തന തലത്തിലും സംഭവിക്കുന്നതാണ് അന്നു മുതൽ ഇന്ന് വരെയും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്രായേൽക്കാർ ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തിലേക്ക് വരുന്നത് വളരെ കുറവാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും, യഹൂദന്മാരാണ് ലോകത്തിൽ നിരീശ്വരവാദം പരമാവധി പ്രചരിപ്പിക്കുകയും ലോകത്തിലെ എല്ലാ വൈകൃതങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് യഹൂദന്മാരാണ് എന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശ്യമാകുന്നു എന്ന് യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ വീണ്ടും യെശയ്യാവ് പറയുകയാണ്, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ യെശയ്യാവ് പറഞ്ഞെടുത്ത് കോട്ട് ചെയ്ത് പറയുകയാണ്, ഒരു സന്തതിയെ ദൈവം ശേഷിപ്പിച്ചു. അത് നമ്മുടെ നന്മ കൊണ്ടൊന്നുമല്ല. ഇസ്രായേൽ മക്കളുടെ നീതിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവര് സോദോമെ പോലെയോ ഗൊമോറെ പോലെയോ അതിനോട് സാദൃശ്യമാകുമായിരുന്നു. അതായത് കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് ഇടയാകത്തക്ക വിധത്തിൽ വിഗ്രഹാരാധനയും മറ്റ് മ്ലേച്ഛതകളും ചെയ്ത് ജീവിച്ചതായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ ദൈവവചനമാണ് എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ഇസ്രായേൽ ജനം പോലും, നിങ്ങൾ പോലും എന്നവിടെ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 29 വരെയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രസ്താവിച്ച് ഉറപ്പിക്കുന്നത് എന്തെന്നാൽ, ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ജാതികൾക്ക് കൂടി ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതും വെളിപ്പെടുത്തിയിരിക്കുന്നതുമായിട്ട് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവരെ സ്വീകരിക്കാതിരിക്കാനായിട്ടൊന്നും കഴിയുകയില്ല എന്നുള്ളൊരു കാര്യം അവിടെ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ തുടർന്ന് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് അങ്ങനെ സാധിക്കാതെ വന്നത് എന്നുള്ളത് നമുക്ക് 30 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയെ പിന്തുടരാത്ത ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതിയെ പിന്തുടരുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ പാരമ്പര്യത്തിനനുസരിച്ച് അവർ ജീവിച്ച ആളുകളാണ്. അവർ നീതിയെ പിന്തുടർന്നേയില്ല. എന്നാൽ അവർ നീതി പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു, വിശ്വാസത്താലുള്ള നീതി തന്നെ. അപ്പോൾ അന്ന് റോമയിലെ സഭയിലുണ്ടായിരുന്ന ജാതികളിൽ നിന്ന് വന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് പൊതുവെ ക്രിസ്തുമാർഗത്തിലേക്ക് വരുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവർ നീതിയെ പിന്തുടർന്നില്ല എങ്കിൽ പോലും അവർ നീതി പ്രാപിച്ചു, അവർ വിശ്വാസത്താൽ ആ നീതിയിലേക്ക് അവർ എത്തപ്പെട്ടു എന്ന്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലും ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. നമുക്കറിയാം, മനുഷ്യന്റെ നീതീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് പ്രമാണങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തിനെ കൊടുത്തു. എന്നാൽ അവർക്ക് ആ പ്രമാണം അനുസരിച്ചുകൊണ്ട് നീതിയിൽ എത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം അവനിൽ തന്നെ, മനുഷ്യൻ്റെ ജീവനിൽ തന്നെ, അവൻ്റെ ശരീരത്തിൽ തന്നെ നീതി അവൻ്റെ പ്രവർത്തന തലത്തിലൂടെ നേടുവാൻ കഴിയാത്ത വിധം അവനിലൊരു ബലഹീനത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചതാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-4 അധ്യായങ്ങളിലും അത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആ പ്രമാണത്തെങ്കിൽ എത്താതിരുന്നത്? അവർ വിശ്വാസത്താൽ അവർ അതിനെ പിന്തുടർന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ദേവാലയത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചതായിട്ടുള്ള ഒരു പരീശന്റെയും ഒരു ചുങ്കക്കാരൻ്റെയും ആ ഒരു കഥയെടുത്താൽ, കഥയല്ല, സംഭവം എടുത്താൽ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്,
അവിടെ നീതി പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നീതിമാനാണ് എന്ന് അവകാശപ്പെട്ടതായിട്ടുള്ള പരീശൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്ന്, നിയമങ്ങളൊക്കെ ഞാൻ പാലിക്കുന്നു, ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ വളരെ നീതിമാനാണ് എന്ന് അവകാശപ്പെട്ടതായിട്ടുള്ള ആ പരീശൻ അവൻ കുറ്റക്കാരനായിട്ട് തന്നെ മടങ്ങി. എന്നാൽ ആ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ജീവിച്ചപ്പോൾ താൻ നീതീകരിക്കപ്പെട്ടവനായി അവിടുന്ന് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയും വിശ്വാസത്താലാണ് യഥാർത്ഥത്തിൽ നീതി. പഴയ നിയമ വിശുദ്ധന്മാരുടെ അവരുടെ വിശ്വാസത്താലുള്ള നീതിയെ സംബന്ധിച്ച്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് നമുക്ക് അബ്രാഹാം മുതൽ നമുക്ക് കാണാം. അബ്രാഹാം മുതലല്ല, ആദാം മുതൽ ഇങ്ങോട്ടുള്ള ഒരു ജീവചരിത്രം തന്നെ, പ്രത്യേകിച്ച് അബ്രാഹാം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഈ കൽപ്പനകൾ കിട്ടിയിട്ടും അതിനകത്ത് അവർക്ക് നീതീകരണത്തിനിടയായി തീരാതിരുന്നത് എന്ന് ചിന്തിച്ചാൽ, അവർ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടിയിടറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം ന്യായപ്രമാണത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഈ പ്രവർത്തന തലത്തിൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കി. മറിച്ച് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരിൽ നിന്നും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്കും സംഭവിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അപകടമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം വീണ്ടും ജന്മം പ്രാപിച്ചതിന് ശേഷവും നമ്മൾ ഒരു പ്രവൃത്തികളുടെ തലത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലുള്ള നീതീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അസാധ്യമായിട്ട് വരും. നാം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് തന്നെയാണ് വചനത്തിൽ നാം കാണുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് നമ്മൾ വായിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നമ്മൾ വായിക്കുന്നു. വിശ്വാസത്തിൽ വളരണമെന്നും ബലപ്പെടണമെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നാം യഥാർത്ഥത്തിൽ പ്രവൃത്തികളിലൂടെ അല്ല വിശുദ്ധീകരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, മറിച്ച് നാം ഓരോ ദിവസവും ഓരോ നിമിഷവും വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. എന്നാൽ ആ വിശ്വാസം പ്രവൃത്തികളെ ഉളവാക്കുന്നതായിട്ടൊരു വിശ്വാസമാണ് എന്നുള്ള വ്യത്യാസമാണ് അതിനകത്തുള്ളത്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിക്കാം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ റൂട്ട് യഥാർത്ഥത്തിൽ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിൽ നിന്ന് തന്നെ ഉളവാകുന്ന പ്രവൃത്തികൾ ഒരിക്കലും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യമല്ല. മറിച്ച് ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട്, കർത്താവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളിലൂടെ കർത്താവ് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ. അത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് ചിലരുടെ പ്രവൃത്തികളൊക്കെ വെന്തു പോകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പുല്ല്, മരം, വൈക്കോൽ മുതലായിട്ടുള്ള അതുകൊണ്ടുള്ള പണികളെക്കുറിച്ചും അതുപോലെ തന്നെ നശിച്ചു പോകാത്തതായിട്ടുള്ള രത്നങ്ങളെ കൊണ്ടുള്ള പണികളെക്കുറിച്ചും ഒക്കെ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മനുഷ്യൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത് ദൈവ സന്നിധിയിലെ ഒട്ടും പ്രസാദകരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ പ്രവൃത്തികളിലേക്ക് നാം തിരിഞ്ഞാൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നിന്ന് നാം പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ പ്രവൃത്തികൾ വേണ്ടേ എന്ന് ചോദിച്ചാൽ പ്രവൃത്തികൾ വേണം. പക്ഷേ ആ പ്രവൃത്തികൾ ഉളവാകേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ്. അതല്ല എങ്കിൽ കർത്താവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളെ ഉപയോഗിച്ച് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് ദൈവസന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തി. അതുകൊണ്ട് തന്നെയാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. യഥാർത്ഥത്തിൽ കർത്താവില്ലാതെ തന്നെ ഈ ലോകത്തെ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയോ നല്ല കാര്യങ്ങൾ തന്നെ സാമൂഹികമായി വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവ് ആ പറഞ്ഞതിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ കർത്താവ് നമ്മിൽ വസിച്ചുകൊണ്ടല്ലാതെ നമുക്ക്, അല്ലെങ്കിൽ നിത്യമായ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രയോജനം ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്ന് പരിശോധിച്ച് അത് ചെയ്യുന്നവരായിരിക്കും എന്ന് നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്ന്
മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് അറിഞ്ഞ് അത് യഥാർത്ഥത്തിൽ ചെയ്യുമ്പോഴാണ് അതിൽ ദൈവത്തിൻ്റെ പ്രസാദം വരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു മറുപടി പോലും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവനയച്ച അവൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നതാണ് പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസമാണ് ഒരു ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തി എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നമ്മളിൽ ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉളവായി വരും. അതാണ് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രവൃത്തികളാൽ ഉള്ള ഒരു ജീവിതമല്ല, അത് വിശ്വാസത്താലുള്ള ഒരു ജീവിതം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഇന്ന് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ ചില പ്രവർത്തന മണ്ഡലത്തിലേക്കാണ് തിരിയുന്നത്. എനിക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ച് നമ്മളിൽ നിന്ന് തന്നെ ഉള്ളതായിട്ടുള്ള ധാരാളം പ്രവൃത്തികൾ ഉണ്ട്. നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന പ്രവൃത്തിയും ആത്മാവിനാൽ വിശ്വാസത്താൽ നമ്മിൽ നിന്നുള്ളതാകുന്നതായിട്ടുള്ള പ്രവൃത്തിയും തമ്മിൽ യഥാർത്ഥത്തിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. കാരണം അത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ മാത്രമാണല്ലോ അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരമാണ് യഥാർത്ഥത്തിൽ വരുന്നത്. പഴയ മനുഷ്യൻ പോയി ഒരു പുതിയ മനുഷ്യൻ ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുന്നതായിട്ടുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് നാം തീരുകയാണ്. അപ്പോൾ ഒരു പുതിയ സൃഷ്ടി അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട മനുഷ്യൻ ഒരു പുതിയ സ്വഭാവത്തോടു കൂടി നമ്മൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴയ മനുഷ്യനും പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയും, പുതിയ മനുഷ്യനും പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയും. ഈ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവനിൽ നിന്നുളവാകുന്നതാണ്. എന്നാൽ പുതിയ മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവനിൽ ദൈവാത്മാവ് വരുത്തിയിരിക്കുന്ന രൂപാന്തരത്തിൻ്റെ ഫലമായിട്ട് അവനിൽ വന്നതായിട്ടുള്ള സ്വഭാവ വ്യത്യാസത്തിൻ്റെ പരിണിത ഫലമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ചാൽ നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു മാറിയിട്ടില്ല. നമ്മളുടെ സ്വഭാവം പഴയ സ്വഭാവം തന്നെയാണ്. എന്നാൽ നമ്മൾ ചില പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ അവിടെ തെറ്റിപ്പോയി. അത് നമ്മിൽ നിന്ന് തന്നെ ഉള്ളതായിട്ടുള്ള പ്രവൃത്തികളാണ്. എന്നാൽ നമുക്ക് സ്വഭാവം രൂപാന്തരപ്പെട്ടതിൻ്റെ ഫലമായിട്ടുള്ള പ്രവൃത്തികളാണെങ്കിൽ അത് നമ്മിൽ നിന്ന് സ്വാഭാവികമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മളുടെ തീരുമാനങ്ങളോ നമ്മുടെ ഒന്നും അതിനാവശ്യമില്ല. അത് ഇപ്പോൾ ഒരു ദൈവാത്മാവ് നമ്മളിൽ വരുത്തുന്ന രൂപാന്തരത്തിൻ്റെ ഫലമായിട്ട് നമ്മളിൽ ഒരു താഴ്മ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാനും അതിനെ അനുസരിക്കാനുമുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവണത നമ്മളിൽ ഉളവായിട്ടുണ്ട് എങ്കിൽ അത് ആത്മാവ് വരുത്തിയതായിട്ടുള്ളൊരു വ്യത്യാസമാണ്. എന്നാൽ നാം വളരെ മുറുമുറുപ്പോടുകൂടി, ഇഷ്ടക്കേടോടുകൂടി, വളരെ വിരോധത്തോടുകൂടി, മത്സരത്തോടുകൂടി, നിവൃത്തിയില്ലാതെയാണ് നാം പല കാര്യങ്ങൾക്കും വിധേയപ്പെടുന്നതെങ്കിൽ നമ്മളിലൊരു സ്വഭാവ ശുദ്ധീകരണം വന്നിട്ടില്ല. അത് നാം മനഃപൂർവ്വമായിട്ട് ഗതിയില്ലാതെ കീഴടങ്ങുന്നു അല്ലെങ്കിൽ സൗമ്യത കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പരോപകാരം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്വഭാവ ഗുണം ദൈവാത്മാവ് നമ്മിൽ തരുമ്പോൾ നമുക്ക് സഹായം ആവശ്യമുള്ള ആളുകളെ കാണാനും അവർക്ക് സഹായം ചെയ്യുവാനുമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവണത നമ്മളിൽ ഉളവാകും. എന്നാൽ നമ്മുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയും താല്പര്യക്കാർക്കും വേണ്ടിയും മാത്രമാണ് നാം എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ജഡത്തിൽ നിന്നുളവാകുന്നതാണ്. അത് ആത്മാവിൽ നിന്നുളവാകുന്നതായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസം കൊണ്ടുള്ള പ്രവർത്തന തലത്തിലെ വ്യത്യാസങ്ങളെല്ലാം ആത്മാവിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പുതിയ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും ആണ് ഉണ്ടാകുന്നത്. എന്നാൽ നാം മനഃപൂർവ്വമായിട്ട് നമ്മുടെ സ്വഭാവത്തിന് വിരോധമായി പ്രത്യേക കാരണങ്ങളാൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അത് ജഡികമാണ്. അതൊക്കെയും കത്തിപ്പോകുന്ന, അതിനെ പരിശോധിക്കുമ്പോൾ കത്തിപ്പോകുന്ന, ദൈവത്തിന് പ്രസാദമില്ലാത്ത പ്രവൃത്തികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം.
അപ്പോൾ പ്രവൃത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ രീതികൾ എന്ന് പറയുന്നത്, അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ബൈബിൾ വായിക്കും. പക്ഷേ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്നൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പലപ്പോഴും അനേക വിശ്വാസികളെയും കണ്ടിട്ടുള്ളത്, അവർ ബൈബിൾ എടുക്കുന്നു, ഒരധ്യായം വായിക്കുന്നു, മടക്കി വയ്ക്കുന്നു, 2 വാക്ക് പ്രാർത്ഥിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതല്ലാതെ ആ വചനം അവരിൽ യാതൊരു രീതിയിലും അവരോട് സംസാരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ കേവലം ഒരു വേദഭാഗം വായിച്ച് മടക്കി വെച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സഭായോഗങ്ങൾക്ക് നമ്മൾ വളരെ കണിശമായി നമ്മൾ പങ്കെടുക്കുകയും, എന്നാൽ ആ സഭായോഗത്തിലൂടെ എന്താണ് നമ്മളിൽ ഉളവാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അത് നമ്മളിൽ ഉളവാകുന്നില്ലെങ്കിൽ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങൾ എന്തിനു വേണ്ടിയാണ്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഈ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം നമുക്ക് വർദ്ധിക്കുന്നില്ലെങ്കിൽ ഈ സഭായോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നമുക്ക് അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങളായിട്ട് തീരുന്നുണ്ട്. എന്നാൽ ഒരു സഭായോഗത്തിന് പോയില്ല എങ്കിൽ അത് പോയാൽ ഒരു പ്രത്യേക സന്തോഷവും, പോയില്ലെങ്കിൽ പ്രത്യേക ഒരു ദുഃഖവും എന്നുള്ളത് ഒരു പക്ഷേ ആളുകളുടെ ഒരു പ്രവണതയാണ്, ഒരു രീതിയാണ്. എന്നാൽ പോയതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് ഗുണമുണ്ടാകണമെങ്കിൽ അതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ സ്വഭാവം കൊണ്ട് നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുവാനും, അതായത് അവരെ ഉത്സാഹിപ്പിക്കാനും സ്നേഹിക്കുവാനും കൂട്ടായ്മയും ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കും സ്നേഹവും ബഹുമാനവും ദൈവവചന പഠനവും പ്രാർത്ഥനയും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്ത് ഒരുമിച്ച് അന്യോന്യം ക്രിസ്തുവിൽ വളരുവാനായിട്ടുള്ളൊരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ സഭായോഗത്തിലൂടെ ഉണ്ടാകേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ കേവലം സഭായോഗത്തിന് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ബൈബിൾ എടുത്ത് വായിച്ചു മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന് കിട്ടുന്നതായിട്ടുള്ളൊരു സംതൃപ്തി എന്നുള്ള നിലയിൽ മാത്രമേ അത് ഇരിക്കുന്നുള്ളൂ എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാം പ്രവൃത്തികളിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നതും ഒരുപക്ഷെ നമ്മളിലുള്ള ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ താല്പര്യക്കേടുകളുടെ അടിസ്ഥാനത്തിലോ ആണെങ്കിൽ അതും പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നാം പ്രവൃത്തികളാലാണോ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതെയോ വിശ്വാസത്താലും വിശ്വാസത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള പ്രവൃത്തികളാലുമാണോ എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 33-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു. 32-ാമത്തെ വാക്യത്തില്, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഇടർച്ചക്കല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. അവര് ഈ പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച് അവർ ജീവിച്ചതുകൊണ്ട് അവര് കർത്താവിനെ കണ്ടപ്പോൾ അവര് കർത്താവിങ്കൽ തട്ടി അവർ വീണു. അവർക്ക് കർത്താവ് ഒരു ഇടർച്ചയായിട്ട് തീർന്നു. കാരണം കർത്താവ് ആവശ്യപ്പെടുന്നത് അങ്ങനെ കേവലം ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് വിശ്വാസം കൂടാതെയുള്ള പ്രവൃത്തികളല്ല, വിശ്വാസത്താൽ ഉളവാകുന്ന പ്രവൃത്തികളാണ്. കർത്താവിനെ കുറിച്ചുള്ളതായ മിശിഹായെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ അവർക്ക് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. മിശിഹായി എവിടെ ജനിക്കുമെന്നുള്ളത് വരെ അവർ വളരെ കൃത്യമായിട്ട് ന്യായപ്രമാണം വായിച്ച് അവർ മനസ്സിലാക്കി. പക്ഷേ അവർക്ക് മിശിഹായെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവരുടെ പ്രവൃത്തികളാലാണ് അവർ എല്ലാം അന്വേഷിച്ചത്. അവർ വിശ്വാസത്താൽ അന്വേഷിച്ചില്ല. അതുകൊണ്ട് കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ വിശ്വസിക്കാത്തവൻ ആ ഇടർച്ചക്കല്ലിൽ തട്ടി, തടങ്ങൽപ്പാറയിൽ തട്ടി അവനവിടെ വീണ് അവിടെ തളടിയായി പോകും. എന്നാൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. അപ്പോൾ വിശ്വാസത്താലാണ് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. അതെല്ലാ കാലത്തും അങ്ങനെയാണ്, ന്യായപ്രമാണത്തിൻ്റെ കാലത്തും അങ്ങനെയാണ്. ഈ കൃപയുടെ കാലഘട്ടത്തിലും വിശ്വാസത്താൽ തന്നെയാണ് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത. രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ ജീവിതവും വിശ്വാസത്താലാണ്.
പക്ഷേ ആ വിശ്വാസം ഒരു യഥാർത്ഥ വിശ്വാസമാണ് എങ്കിൽ അത് പ്രവൃത്തികളെ ഉളവാക്കുന്നതായിട്ടുള്ള വിശ്വാസമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക വിഷയമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ യഹൂദന്മാരിൽ നിന്ന് വന്നതായിട്ടുള്ള വിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കണ്ടുവല്ലോ. ഇവിടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ ഒരു മനുഷ്യനെ ദൈവം നിത്യശിക്ഷാവിധിക്കായിട്ട് പ്രത്യേകം തീരുമാനിച്ച് ദൈവം കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ഉപദേശമൊന്നും നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും പഠിക്കുവാനായിട്ടോ പഠിപ്പിക്കുവാനായിട്ടോ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ സർവാധികാരം എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള രക്ഷയെക്കുറിച്ചല്ല, മറിച്ച് ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെ തിരഞ്ഞെടുത്തു, അതിൻ്റെ അന്ത്യമായിട്ട് ജാതികളെയും വിശ്വാസത്താലുള്ള രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു കാര്യം, ഒന്ന്, ഒരു തെറ്റായിട്ടുള്ള ഉപദേശം അത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വളരെ ദുരുപദേശം പ്രവഹിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് ഈ 9-ാമത്തെ അധ്യായം. അതിനെ എൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതവും വിശ്വാസത്താലായിരിക്കണം, പ്രവൃത്തികളാൽ ആവാനായിട്ട് പാടില്ല. എന്നാൽ നമ്മുടെ വിശ്വാസം പ്രവൃത്തികളെ ഉളവാക്കേണ്ടതും ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ